തൃശ്ശൂർ ജില്ല മുള്ളൂർക്കരയിൽ നിന്നാണ് സംസാരിക്കുന്നത്. മേഡം, എനിക്ക് ശ്വാസം മുട്ട് തുടങ്ങിയിട്ട് ഒരു 5-6 വർഷമായി. എനിക്ക് അതിന് വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് നടക്കാനും കയറ്റം കയറാനും ഈ മരുന്ന സ്ഥലത്ത് കൂടെ നടക്കാൻ തന്നെ ഭയങ്കര പ്രയാസങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ലീഡറായ ഭഗത് സാറ് എനിക്ക് നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഇങ്ങനെ മിന്നൽ മാല ഇങ്ങനെ ഒരു സാധനമാണ്, ഉപയോഗിച്ച് നോക്കും എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ശ്വാസം മുട്ട് മാത്രമല്ല, എനിക്ക് 8-9 രോഗമുള്ള ഒരാളായിരുന്നു ഞാൻ. അതിന് മരുന്നെല്ലാം കഴിച്ചുകൊണ്ടിരുന്ന ആളാണ്. വയറിന്റെ അസുഖം, മൂത്രത്തിന്റെ അസുഖം, കൈകാൽ കുഴച്ചില്, ന്യൂറോ കംപ്ലൈന്റ് ഇതെല്ലാം ഉണ്ടായിരുന്നതാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കംപ്ലീറ്റ് ഭേദമായില്ലെങ്കിലും നല്ലോണം ഒരു വിധം എല്ലാം കുറഞ്ഞു വന്നു തുടങ്ങി. എനിക്ക് ശ്വാസം മുട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറി. എനിക്ക് നടക്കാം, ഓടാം എന്ന് പറഞ്ഞ മാതിരിയാണ്. സ്റ്റെപ്പ് കയറാനൊന്നും പറ്റിയിരുന്നില്ല. ഇപ്പൊ ഞാൻ വളരെയധികം സ്റ്റെപ്പുകളില് പെട്ടെന്ന് ഞാൻ കയറി പോകുന്നുണ്ട്. എന്റെ ദേഹവും വളരെയധികം വെയിറ്റ് കുറഞ്ഞു. എനിക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ വളരെയധികം എളുപ്പമായിട്ട്, വിശപ്പ് നല്ലോണം ഉണ്ട്. അപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ശ്വാസം മുട്ടുള്ള കാരണം ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ ആയിട്ട് എനിക്ക് സുഖം കണ്ടു. ഞാൻ ഒരു 3-4 ആൾക്ക് പ്രൊഡക്ഷൻ അങ്ങനെ പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവരും ഒരു ചെറിയ 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 അനുഭവങ്ങളിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. അപ്പൊ അവരും എന്നോട് ഇങ്ങനെ പങ്കുവെച്ച് തുടങ്ങി. കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഭേദമായി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നോട് അവരുടെ വിഷയങ്ങളൊക്കെ പങ്കുവെച്ച് തുടങ്ങി. ദൈവം സഹായിച്ചിട്ട് അവരുടെ എല്ലാം ഭേദമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി എന്നെ സഹായിച്ച ഈ ബയോട്ടോറിയം കമ്പനിക്കും ഡോക്ടർ സാറിനും വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി. ഓക്കെ സാറേ, താങ്ക് യു. എന്തായാലും സാറിന് ഒത്തിരി നല്ല റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഒരു അസുഖമല്ല, ഒരുപാട് അസുഖത്തിന്റെ പേര് പറഞ്ഞു. എന്തായാലും എത്രയും പെട്ടെന്ന് നല്ലൊരു ലൈഫിലോട്ട് വരാൻ സാധിക്കട്ടെ. അതുകൂടാതെ ഒത്തിരി ആളുകളിലോട്ട് പ്രൊഡക്റ്റ് സാറിന് കൊടുക്കാനും സാധിക്കട്ടെ. താങ്ക് യു. അടുത്ത ആള് സംസാരിച്ചോളൂ. ഹലോ ഹലോ. ഞാൻ സുകുമാരൻ, തൃശ്ശൂർ. പറഞ്ഞോളൂ സാറേ, കേൾക്കാം. ഞാൻ ആക്സിഡന്റ് ആയിട്ട് ബെഡ് റെസ്റ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ സുരേന്ദ്രൻ സാറും ഷിൻസി ടീച്ചറാണ് എന്നെ കൊണ്ട് പരിചയപ്പെടുത്തി ഈ പ്രൊഡക്റ്റ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടുള്ള എനിക്ക് നല്ല ഗുണം കിട്ടിയത് ബാക്ക് പെയിൻ, ജോയിന്റ് പെയിനുകളൊക്കെ ആക്സിഡന്റ് ആയിട്ട് സ്ക്രാച്ച് ആയിരുന്നു കാലിന്മേ. അങ്ങനെ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്ന സമയത്ത് തന്നെ കൊണ്ടുവന്ന് പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് മാസം കഴിഞ്ഞിട്ടാണ് ഉപയോഗിച്ചത്. അപ്പോൾ അതിന് നല്ലൊരു ഞാൻ വേദനയ്ക്കുള്ള ഗുളികളൊന്നും കഴിക്കാറില്ല. അപ്പൊ ഇത് ഉപയോഗിച്ചതിന് ശേഷം ബാക്ക് പെയിന്, ജോയിന്റ് പെയിന്, അതുപോലെ വെള്ളം കുടിച്ചിട്ട് മോഷൻ ക്ലിയറായി. ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഈ ബയോട്ടോറിയത്തിൽ നിന്ന് കിട്ടി എനിക്ക്. അതാണ് ഇതിൽ നിന്ന് പറയാനുള്ളത്. താങ്ക് യു. നല്ല റിസൾട്ട് ആണ്. അതുപോലെ എല്ലാവരും പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടുകൾ ഇതുപോലെ തുറന്നു പറയുക. മറ്റുള്ള ആളുകൾക്ക് എല്ലാവർക്കും അത് ഉപകാരപ്പെടും. വളരെ ചുരുക്കി പറയാന്നുണ്ടെങ്കിൽ കൂടുതൽ റിസൾട്ടുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ആളാരാന്ന് വെച്ചാൽ സംസാരിച്ചോളൂ. ഹലോ ഹലോ ഹലോ. കേൾക്കാം സാറേ, പറഞ്ഞോളൂ. ഹലോ, ഞാൻ പലപ്പോഴും എൻ്റെ റിസൾട്ട് പറഞ്ഞതാണ്, എങ്കിലും പുതിയ ആളുകൾ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും പറയുന്നു. എനിക്ക് ഹാർട്ടിൻ്റെ പ്രശ്നം കാരണം വല്ലാത്ത ഇതായിരുന്നു. പിന്നെ എപ്പോഴും ഈ കിതപ്പ് അങ്ങനെ. ഇങ്ങനൊരു ആള് പറഞ്ഞു ഇങ്ങനെയൊരു കാര്യമുണ്ട്, പിന്നെ നമുക്ക് അധികം കഷ്ടപ്പെടേണ്ടി വരും. ഞാൻ വീട്ടിൽ പോകാറില്ലായിരുന്നു. വീട്ടിൽ പോകാതിരിക്കൊന്നും വേണ്ട. അങ്ങനെ എനിക്ക് ഇതിനെപ്പറ്റി നല്ല ഒരു വിവരണം തന്നു. അങ്ങനെ ഞാൻ വാങ്ങി വെച്ചപ്പോൾ വളരെ വെച്ചിട്ട് വളരെ ഉന്മേഷം തോന്നി. പിന്നെ അങ്ങനെ എൻ്റെ നേതൃത്വപ്പെട്ട ഒരാൾക്ക് ഞാൻ കൊടുത്തു. ഇത് ഈ
സ്ട്രോക്ക് വന്നൊരാൾക്ക് കയ്യൊന്നും പോയാൽ പൊക്കാൻ പറ്റില്ല. അങ്ങനെ അയാൾക്ക് സ്ട്രോക്ക് മാറ്റി വിശേഷം മാറ്റി വളരെ സന്തോഷമായിരുന്നു. പിന്നീട് ഒരാളെ ഒരു വെരിക്കോസ്, അങ്ങനെ ആ വെരിക്കോസും വളരെ സുന്ദരമായി അവര് നടക്കാനേ പറ്റില്ലായിരുന്നു. പിന്നെ എന്നോട് വളരെ സന്തോഷം തോറും പിന്നെ വാറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ കുറേയുണ്ട്, ഒരുപാടുണ്ട്. പിന്നെ ഈ രക്തവാദം പിടിച്ച ആള്, ഇങ്ങനെ ഒരുപാട്. ഇന്നും പിന്നെ ഞാൻ ഒരു ഫോളോഅപ്പിന് പോയിട്ട് വരികയാണ്. ഒരാൾക്ക് ഈ കാലിന്റെ മടമ്പിൽ ഇത് മുക്കുറ്റി വരുന്നതാണ്. കൊടുത്തു, പക്ഷെ മാറ്റം വന്നിട്ടില്ല. അപ്പൊ ഞാൻ വീണ്ടും അവരോട് പറഞ്ഞു ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ അവിടെ തിരിച്ചു വരുന്ന വഴിക്ക് ഒരാളെ ബസ് കണ്ടക്ടർ എന്നോട് ചോദിച്ചു, ഇല്ല പോയിരുന്നു. അപ്പൊ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴാണ് അയാൾ അറിയുന്നത് ഞാൻ ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പോകുന്നതിനൊക്കെ സുഖമുണ്ടോന്ന് പറഞ്ഞു. നല്ല സുഖം കിട്ടുന്നുണ്ട് എല്ലാവർക്കും. അതുകൊണ്ട് നീ പിന്നെ എന്റെ സ്റ്റുഡൻ്റാണ്, ഇനി അധികം വൈകിയൊന്നും വേണ്ട, എടുത്തോ, എന്തുകൊണ്ടും പിന്നെ ഞാൻ പറയുന്നതല്ലേ മാസെ ഞാൻ വരുന്നു. നിങ്ങൾ എന്റെ കാർഡൊക്കെ കൊടുത്തു. അങ്ങനെ കുറെ പിന്നെ അധികം നീട്ടുന്നില്ല, ഒരുപാട് പറയാറുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ മറ്റുള്ളവരുടെ റിസൾട്ട് കേൾക്കാൻ വേണ്ടി കാത്തുകൊണ്ട് ഞാൻ നിർത്തും. ഓക്കെ സാറേ, താങ്ക് യു. അടുത്ത ആള് ആരാന്ന് വെച്ചാൽ സംസാരിച്ചോളൂ. എട്ടേ 55 ഈ സംസാരിക്കാനില്ലാത്തവര് ശബ്ദം കേൾപ്പിക്കാതെ നോക്കണമെന്നുണ്ട്. ഒന്ന് നോക്കുക, എല്ലാരും ശ്രദ്ധിക്കുക. ഭാസ്കരൻ സാറിന്റെ ഫോണിൽ നിന്നാണ് ശബ്ദം വന്നോണ്ടിരിക്കണ. ഭാസ്കരൻ സാർ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? സാറിന്റെ മൈക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നന്നായിരുന്നു. അവിടുത്തെ ശബ്ദം കേൾക്കണത്. ബാക്കി റിസൾട്ട് പറയാനുള്ളവര് മുന്നോട്ട് വന്ന് റിസൾട്ട് പറയുകയാണെങ്കിൽ നന്നായിരുന്നു. ഹലോ, ഒരു മിനിറ്റ് പോലും പാഴാക്കാതെ നമ്മൾ ഓരോരുത്തരും കേറി വന്ന് കാര്യങ്ങൾ സംസാരിക്കേണ്ടതാണ് കേട്ടാ. ഓക്കെ, കേൾക്കുന്നില്ല, ശബ്ദം വരുന്നില്ല. ഹലോ, കേൾക്കാമോ? കേൾക്കാം മേഡം, സംസാരിച്ചോളൂ. ഞാൻ ജയശ്രീ, എടപ്പാളിൽ നിന്നാണ്. ഭഗത് സാറാണ് എനിക്ക് ഈ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തന്നത്. 2 ആഴ്ചയായിട്ടേ ഉള്ളൂ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ എനർജി വാട്ടർ കുടിക്കുന്നു, ബാൻഡ് കെട്ടുന്നു, മാട്രസിൽ കിടക്കുന്നു. എനിക്ക് ഇതേപോലെ ഭയങ്കര ജോയിന്റ് പെയിൻസും ഒക്കെ നല്ലവണ്ണം ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് മരുന്നുകളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നീ പെയിൻ, അതെല്ലാം ആയിരുന്നു എൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് നല്ലൊരു റിസൾട്ട്, ഈ 2 ആഴ്ച ഉപയോഗിച്ചെങ്കിലും എനിക്ക് എനർജി ലെവല് നന്നായിട്ട് കൂടിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇതായിട്ട് തന്നെ ഞാൻ കരുതുന്നു. അതേപോലെ എനിക്ക് ഈ പെയിൻസിനും അതെ
നല്ല റിലീഫ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ വളരെ അധികം സന്തോഷം ആണ്. ഇപ്പോൾ എന്തായാലും ഈ പ്രോഡക്റ്റ് കൂടുതൽ യൂസ് ചെയ്ത് സ്വന്തമായിട്ട് ഇതിൻ്റെ റിസൾട്ട് അനുഭവിക്കണമെന്നുണ്ട്. അതോടൊപ്പം ഭഗത് സാറിൻ്റെ ഒപ്പം ആ ടീമിൽ നന്നായിട്ട് പ്രവർത്തിച്ചിട്ട് കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടി പ്രയത്നിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ താങ്ക് യു നിർത്തുന്നു. താങ്ക് യു. ധൈര്യമായിട്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചോ. ഇവിടെ നല്ലൊരു എല്ലാ ലീഡേഴ്സിന്റെയും നല്ല സപ്പോർട്ട് ഉണ്ടാവും. അതുകൂടാതെ ഭഗത് സാറ് നല്ലൊരു ലീഡർഷിപ്പ് ഉള്ള ഒരു ആളാണ്. പിന്നെ ഇവിടെ മനോജ് സാറിന്റെ നേതൃത്വത്തിൽ എല്ലായിടത്തും എല്ലാ ടീം മെമ്പേഴ്സിനും ശ്രദ്ധ കിട്ടുന്നുണ്ട്. അപ്പൊ ധൈര്യമായിട്ട് ഒരുപാട് ആളുകളിലോട്ട് പ്രൊഡക്റ്റ് എത്തിച്ചോ. ഓക്കെ, താങ്ക് യു. ചെറിയ ചെറിയ റിസൾട്ടുകളാണെന്നുണ്ടെങ്കിലും എല്ലാവരും പറയാൻ ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാഗലില്ലാതെ പെട്ടെന്ന് ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. ഹലോ, ഗുഡ് ഈവനിങ്. സാറേ റേഞ്ച് പ്രശ്നമുണ്ടല്ലോ സാറേ, ഒന്ന് എൻ്റെ പേര് രാജേന്ദ്രൻ. പറയുന്നില്ല. ഹലോ സാറേ, കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? രാജേന്ദ്രൻ സാർ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ, റേഞ്ച് ക്ലിയർ അല്ല. ഓക്കെ, സംസാരിച്ചോളൂ സാറേ. ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയറാ. എനിക്ക് 2010 ഒരു അറ്റാക്ക് വന്നു. സാറേ, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. രാജേന്ദ്ര സാർ, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഹലോ 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 സാറേ, കേൾക്കുന്നുണ്ടോ? ഹലോ, ആദ്യ ഹോസ്പിറ്റലിൽ പോയി ഡൽഹിയിൽ സർജറി പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ ഹോസ്പിറ്റലിൽ പോയി 4 ആയാൽ ഹലോ മാറിയേക്കാം. കേൾക്കാമോ? ഹലോ, ക്ലിയർ ആണ് സാർ, ഹലോ. സംസാരിച്ചോളൂ. ഓക്കെ സംസാരിച്ചോളൂ. എനിക്ക് 2010 എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്നതാണ്. അപ്പോൾ ഇന്ന് ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ തീർന്നു, കാണാനുള്ളൊരു കണ്ടോളൂ, അറിയിച്ചോളൂ എന്ന് പറഞ്ഞു. സെക്കൻഡ് ഒപ്പീനിയൻ വേറെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെയും പറഞ്ഞു പെട്ടെന്ന് ബൈപ്പാസ് ചെയ്യണം. പക്ഷെ അവിടെ ഞാൻ സമ്മതിച്ചില്ല. ഒരു 3-4 ഹോസ്പിറ്റലിൽ പോയി. ലാസ്റ്റ് എറണാകുളത്ത് തന്നെ വേറെ ഹോസ്പിറ്റലിൽ ചെന്ന് പറഞ്ഞു, സാരമില്ല, മരുന്നുകൊണ്ട് മാറ്റി തരാം, ഈ സിമ്പിളാന്ന് പറഞ്ഞു. ഒരു 24 കൂട്ടം മെഡിസിൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ 15 വർഷമായിട്ട് ഉപയോഗിച്ചിട്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു 4 മാസമായിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നു. ഇപ്പോൾ ആ മരുന്ന് വെറും 4 ഐറ്റമായിട്ട് കുറഞ്ഞു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ അലോപ്പതി എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ഇൻഡസ്ട്രിയാണ്, അതൊരു വ്യവസായമാണ്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ അവർ മാക്സിമം നമ്മൾ പേടിപ്പിക്കാൻ നോക്കും. അപ്പോൾ പേടിക്കരുത്. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ്റെ കൂടി തേടിയാൽ ഇസ് ആൻഡ് ബെറ്റർ. ഒരിക്കലും നമ്മൾ പേടിക്കരുത്. നമ്മുടെ കയ്യിലുള്ള ക്യാഷ് വാങ്ങാനാണ് അവർ നോക്കുന്നത്.
ജീവൻ രക്ഷപ്പെടുത്താനല്ല. പക്ഷെ എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഫോൺ വഴി സെയിൽ ചെയ്തത്. ഇപ്പൊ ഞാൻ വളരെ ഹാപ്പിയാണ്, ഒരു കുഴപ്പമില്ല, എല്ലാ പണികളും ചെയ്യുന്നുണ്ട്, പൈസ അറുപത്താറുണ്ട്. ആ 24 ഐറ്റം എന്നുള്ളത് ഇപ്പോൾ ഒരു 4 ഐറ്റമായിട്ട് അതിന് കുറച്ചു. വളരെ ഹാപ്പിയാണ്. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ സാറേ, ഓക്കെ. എന്തായാലും കുറച്ച് നെറ്റ് പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിലും സാറിന്റെ റിസൾട്ട് വളരെ നല്ലൊരു റിസൾട്ട്. അടുത്ത റിസൾട്ട് പറയുന്ന ദിവസങ്ങളിൽ സാറ് വീഡിയോ ഓൺ ആക്കിയിട്ട് വന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഓക്കെ സാർ, ഓക്കെ. അടുത്ത റിസൾട്ട് അറിയാവുന്നതാണ്. പ്രൊഡക്റ്റ് ഉപയോഗിച്ചത് കൂടാതെ നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്തിട്ട് അവർക്കുണ്ടായിട്ടുള്ള റിസൾട്ടുകൾ കൂടി ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? സെലിമിക്ക, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. കേൾക്കുന്നു. ഓക്കെ, മറ്റുള്ളവർ ഓക്കെ. ഇനി അത് സാറില്ല. ഇതിനകത്ത് റിസൾട്ട് കിട്ടിയവര് മാത്രമായിരിക്കണം എന്നില്ല. ഈ പ്രൊഡക്റ്റിനെ പറ്റി അറിയാനുള്ള ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടെന്ന്. അപ്പൊ പ്രൊഡക്റ്റ് ഗുഡ് ഈവനിങ് മാഡം. ഹലോ ഭഗത് സാർ സംസാരിച്ചോളൂ, കേൾക്കാം. മാഡം, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് എല്ലാ ലീഡേഴ്സിനും ഗുഡ് ഈവനിങ്. ഞാന് നമ്മുടെ റിസൾട്ട് പറയുന്നില്ല. ഞാൻ റിസൾട്ട് കിട്ടിയ വ്യക്തികളുടെ കാര്യങ്ങളാണ് പറയുന്നത്. ഡയബറ്റിക്കിന് വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു അമ്മയ്ക്ക് കൊടുത്തിട്ട് അവരുടെ കാല് എല്ലാം നല്ല നീരെല്ലാം വന്ന് പഴുത്തിരിക്കുകയായിരുന്നു. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കോരുന്ന സമയത്ത് കാലിൽ ബക്കറ്റ് കൊണ്ടതാണ്, ഷുഗർ വന്നിട്ടേ. അപ്പൊ ബക്കറ്റ് കൊണ്ടിട്ട് കാലിൽ ഫുള്ള് നീരെടുത്തിരിക്കുകയായിരുന്നു. അതേമാതിരി ആള് ഫുള്ള് നല്ല തടിയുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് ഒരാഴ്ച കൊണ്ട് അവർക്ക് ആ നീര് കംപ്ലീറ്റ് വലിഞ്ഞു പോയി. അതേമാതിരി മുറിവ് നല്ല ഉണങ്ങി. അപ്പൊ ഞാൻ ഇത് അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് അവരുടെ വീട്ടിൽ പോയപ്പോ അവര് വന്നിട്ട് നമ്മളെ കെട്ടിപ്പിടിച്ച് നമ്മുടെ പറയാണ്, ഇതേമാതിരി മോനെ നീ വന്നോണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് ഇപ്പൊ അവര് വളരെ സുഖമായിട്ടിരിക്കുന്നു. ഷുഗർ എല്ലാം കുറഞ്ഞു, ആള് നല്ല സുഖമായിട്ടിരിക്കുന്നുണ്ട്. അതേമാതിരി അവരുടെ വീട്ടിൽ തന്നെ അവരുടെ മോൾക്ക് ഇവരുടെ റിസൾട്ട് കണ്ടിട്ട് മൈഗ്രെയിൻ ഉള്ള മകള്, അപ്പൊ രാത്രിയിലായി തോർത്തുമുണ്ട് തലയിൽ കെട്ടിയിട്ടാണ് കിടക്കുക. അവർക്ക് ഞാൻ ഈ പ്രൊഡക്റ്റ് കൊടുക്കണ നമ്മൾ ഓൾറെഡി നമ്മുടെ ആർട്ടിഫിഷ്യൽ ലെതർ റിസ്റ്റ് ബാൻഡ് ഉണ്ടല്ലോ, അത് കൊടുത്തിരുന്നു. അവരത് യൂസ് ചെയ്തിട്ട് അവർക്ക് ഫുള്ളായിട്ട് റിസൾട്ട് കിട്ടി. അവർക്കും വേറെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ ഇപ്പൊ ഡയബറ്റിക്കിന് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള വ്യക്തികൾക്ക് 3 മാസം മുന്നേ കൊടുത്തിട്ടുള്ള വ്യക്തികൾക്കെല്ലാം ഷുഗർ 300 ലെവലിലുള്ള ആൾക്കാർ കൂടി 140 150 ലെവൽ വരെ വന്നിട്ടുണ്ട്. ഇന്ന് ഇപ്പോ ഞാൻ 9 മാസം മുന്നേ കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിനെ ഇന്നാണ് കാണുന്നത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആള് ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ടുള്ള ആളായിരുന്നു. അയാള് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. പുള്ളി നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയി പോയി. പ്രീമിയം പ്രൊഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. പുള്ളി ആർമി ഇന്റലിജൻസിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പൊ പുള്ളി അപ്പൊ ഇവിടുന്ന് പോയി മേഘാലയ എവിടെ ഉണ്ടായിരുന്നു.
അപ്പൊ ഇന്ന് ഞാൻ പുള്ളീനെ കാണാൻ പുള്ളിയുടെ വീട്ടിൽ പോയപ്പോ ആള് നല്ല മെലിഞ്ഞിരുന്ന ആള് നല്ല തടിച്ച് നല്ല സുന്ദരനായിട്ട് ഇരിക്കണു. പോയപ്പോ ആള് എൻ്റെ അടുത്ത് വളരെ സന്തോഷത്തോടെ വന്ന്, അപ്പൊ നിങ്ങൾ എന്നെ അന്വേഷിച്ച് ഇപ്പോഴും വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ നമുക്ക് അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. അപ്പൊ അവിടെ പോയി നോക്കിയപ്പോ പുള്ളി നമ്മുടെ മാട്രസ് പാഡിൽ ഇതുവരെ കടന്നിട്ടില്ല. വാട്ടർ എനർജി പാഡും റിസ്റ്റ് ബാൻഡ് മാത്രമേ പുള്ളി യൂസ് ചെയ്യുന്നുള്ളൂ, ബാക്കിയെല്ലാം ഉണ്ട്. അപ്പൊ പുള്ളി പറയാണ് ഞാൻ പോണ സമയത്ത് ബാഗിൽ വെക്കാൻ പറ്റുന്നില്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ അത് ഇവിടെ തന്നെ വെച്ചിട്ട് പോയിന്ന്. അപ്പൊ പുള്ളിക്ക് അത്രയധികം റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ബൈപ്പാസ് സർജറി കഴിഞ്ഞ ആളാണ്, 65 അബോവ് ഏജ് ഉണ്ട് ആൾക്ക്. അപ്പോൾ നല്ല പുള്ളിക്ക് അത് മാത്രം ഉപയോഗിച്ചിട്ട് തന്നെ അത്ര റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് രാത്രി എന്തായാലും പുള്ളി അതിന്റെ മുകളിൽ കടന്ന് നാളെ എന്നെ വിളിക്കാന്നാ പറഞ്ഞത്. അപ്പോ പുള്ളിയുടെ ഫ്രണ്ട്സ് ഇതേമാതിരി പറഞ്ഞു, പുള്ളിയുടെ കയ്യിൽ ഈ റിസ്റ്റ് ബാൻഡും വാട്ടർ എനർജി പാഡെല്ലാം കണ്ടിട്ട് ബോട്ടിലും ഇതെല്ലാം കണ്ടിട്ട് ഫ്രണ്ട്സ് പറഞ്ഞു. അപ്പൊ മാട്രസ് എവിടെയെന്ന് അവര് ചോദിച്ചിരുന്നു, ഇത് ഉപയോഗിക്കുന്ന വേറെ വ്യക്തികൾ. അപ്പൊ അവര് പറയാണ് എന്റെ കൂട്ടുകാർ ഇതേമാതിരി വേറെ ആൾക്കാർ ഉപയോഗിക്കുന്ന വ്യക്തികൾ എന്നെ ചീത്ത പറഞ്ഞു, എന്തുകൊണ്ടാണ് അത് യൂസ് ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ട്. അപ്പൊ അത്രയധികം റിസൾട്ട് പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെയധികം നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ കറക്റ്റായിട്ട് വെള്ളം കുടിക്കുക, മാട്രസ് പാഡ് കറക്റ്റായി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവിധ അസുഖങ്ങൾക്കും നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഈ ബയോട്ടോറിയം. താങ്ക് യു സാറേ, താങ്ക് യു. വളരെ നല്ലൊരു റിസൾട്ടാണ് സാർ ഇവിടെ ഷെയർ ചെയ്തത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു പ്രൊഡക്റ്റ് കൊടുത്തായിരുന്നു. അത് ഇതുവരെ ഇപ്പൊ ഈ സൂമിലുള്ള ആരും കേൾക്കാത്ത അത്ര ഒരു റിസൾട്ടാണ് ഞാനിപ്പോ പറയുന്നത്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഞാനിവിടെ എറണാകുളം സ്വദേശിയാണെന്ന്. എൻ്റെ ഒരു ഫ്രണ്ടാണ്, അവരിവിടെ SRM എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഹൈക്കോടതിയുടെ അടുത്ത്, അവിടെ താമസിക്കുന്നതാണ്. അപ്പൊ ഞാൻ ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്ന കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ചേച്ചി എൻ്റെ ഉമ്മച്ചിക്ക് വയ്യാത്ത, ചേച്ചി വീട്ടിലോട്ട് ഒരു പ്രൊഡക്റ്റ് ആയിട്ട് വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും എൻ്റെ കൂടെ ഒരു വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ ഉണ്ട്, അദ്ദേഹം കൂടി അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ ഉമ്മ ബെഡിൽ കിടപ്പ. അപ്പൊ ഉമ്മയുടെ കഴുത്ത് നമ്മളുടെ കഴുത്ത് പോലെയല്ല, കഴുത്ത് കുറെ നീണ്ടിരിക്കണു ഉമ്മച്ചിയുടെ കഴുത്ത്. പിന്നെ ആ ഉമ്മച്ചിയുടെ വയറ് ഒരു 7 മാസം പ്രഗ്നന്റ് ആയ ഒരു ലേഡിയുടെ അവസ്ഥയെ. ഉമ്മച്ചിയുടെ ഒരു ഏജ് ഒരു 60-65 വയസ്സുണ്ട്. കാണാനൊക്കെ നല്ല ഐശ്വര്യമുള്ള ഒരു ഉമ്മച്ചിയാണ്. അവർക്ക് വേറെ ക്ഷീണമൊന്നും തോന്നിയൊന്നുമില്ല. അപ്പൊ എനിക്ക് ഈ ഉമ്മച്ചിയെ കണ്ടുകഴിഞ്ഞപ്പോ എന്താ ശരിക്കും സംഭവിച്ചതെന്ന് അറിയില്ല. അപ്പൊ മകള് പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാപ്പിച്ചി യൂണിയനിൽ വർക്കിന് പോണതാ. അപ്പൊ അദ്ദേഹം ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വരുമ്പോഴേക്കും ഉമ്മച്ചിയുടെ അടുത്ത് ഒരു മാങ്ങ ചമ്മന്തി ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞിട്ടാ പോയത്. ഉമ്മച്ചി മാങ്ങ പൊട്ടിക്കാൻ വാർക്കയുടെ മേളിൽ കയറിയപ്പോ അവര് ബാലൻസ് തെറ്റി വാർക്കമേന്ന് താഴേക്ക് വീണു. അതോടുകൂടി കഴുത്തിന്റെ ഭാഗം ഒടിഞ്ഞു പോയതുപോലത്തെ ഉള്ളൊരു അവസ്ഥ വരികയും അവിടുത്തെ ഞരമ്പുകൾക്കൊന്നും അനക്കില്ലാതെ സർജറി ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും അത് സക്സസ് ആയില്ല. നട്ടെല്ലിന് ക്ഷതമൊക്കെ പറ്റി ഒരുപാട് സർജറികൾക്ക് ശേഷം ആ ഉമ്മച്ചിയെ അവർക്ക് തിരിച്ചു കിട്ടി. ഉമ്മച്ചിക്ക് നടക്കാൻ പറ്റില്ല. സർജറിയുടെ ഭാഗമായിട്ടാണ് ഈ കഴുത്ത് നീണ്ടുപോയത്. പിന്നെ ഓർമ്മക്കുറവൊന്നുമില്ല, നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. ഇവരെ രണ്ട് കൈയുടെ വിരലുകളൊക്കെ, നമ്മുടെ കൈവിരലുകൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൈയുടെ വിരലുകളൊക്കെ ഈ ഒരു വിരലിന്റെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 6 ഷേപ്പിലോട്ട് ഈ ഒരു വിരല് വരെ ചുരുങ്ങിയിരിക്കുന്നത്. കൈന്റെ ഉള്ളൊക്കെ വളരെ ഒരു വല്ലാത്തൊരവസ്ഥ. അത് എങ്ങനെയാ പറയണ്ടേന്ന് തന്നെ എനിക്കറിയില്ല. അതുപോലത്തെ ഉള്ള ഒരു അവസ്ഥ, വിരലുകളൊന്നും നിവർത്താൻ പറ്റാത്ത. അപ്പൊ ഇത് ഞങ്ങള് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴ് ഈ ഉമ്മച്ചിയുടെ വയറ് വീർത്തിരിക്കുന്നത് ഈ ഉമ്മച്ചിയുടെ വയറ്റിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ അതിന് ഒരാഴ്ച ആവുമ്പോ അതിനൊരു മെഡിസിൻ വെച്ചെങ്കിൽ മാത്രമേ പോകത്തുള്ളായിരുന്നു. ആ സമയം ഞങ്ങള് കയ്യിൽ കെട്ടുന്ന റിസ്റ്റ് ബാൻഡ് ഉമ്മച്ചിയുടെ കയ്യിൽ കെട്ടിക്കൊടുത്തു. വാട്ടർ എനർജി പാഡും കയ്യില്, 2 കയ്യില്, ഒരു കയ്യില് വാട്ടർ എനർജി പാഡും ഒരു കയ്യില് റിസ്റ്റ് ബാൻഡും കെട്ടിക്കൊടുത്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴ് ഉമ്മച്ചിയുടെ ഈ ചുളുങ്ങിയിരിക്കുന്ന വിരലുകളൊക്കെ ഒരു പൂമുട്ടിന്റെ ആ മുട്ട് വിടരുന്നത് പോലെ ആ വിരലുകൾ ഇങ്ങനെ നിവർന്ന് മെല്ലെ മെല്ലെ വന്നു.
എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ലൈഫിൽ ബയോടെറിയം പ്രൊഡക്റ്റ് കൊടുത്തതിൽ ഒരു വളരെയധികം അത്ഭുതത്തോട് കണ്ടിരുന്ന ഒരു റിസൾട്ട് ആയിരുന്നത്. കാരണം വിരലുകൾക്കൊക്കെ പല ഷേപ്പുകൾ വരുന്നു എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് കണ്ടതുമാണ്, ഞാൻ അനുഭവിച്ചതാണ്. ആ വിരലുകളൊക്കെ നമ്മളുടെ റിസ്റ്റ് ബാൻഡ് കെട്ടിയപ്പോഴും ഇങ്ങനെ നിവർന്ന് അത് സാധാരണ ഒരു വ്യക്തിയുടെ വിരലുകൾ പോലെ നിവർന്നു വന്നു. അതിനുശേഷം ഞങ്ങൾ ആ പ്രൊഡക്റ്റ് കൊടുത്ത് പിറ്റേ ദിവസം ആ ഉമ്മച്ചിയുടെ മകള് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി വളരെയധികം സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു, രാവിലെ വിളിക്കാൻ കാരണം. അപ്പൊ ഈ ഉമ്മച്ചിയുടെ വയറ്റിന്ന് പോണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച ആകുമ്പോ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ വീട്ടിൽ ആർക്കും തന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ബാഡ് സ്മെല്ലായിരിക്കും അവിടെ. അപ്പൊ ആ ഒരു അവസ്ഥയില് നമ്മളുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്തതോടുകൂടി ഉമ്മച്ചിയുടെ വയറ്റിന്ന് എല്ലാ ദിവസവും തന്നെ പോവാൻ തുടങ്ങി. അത് അവർക്ക് ഭയങ്കര ഒരു സന്തോഷമായി. ഒരാഴ്ചക്കുള്ളിൽ ഉമ്മച്ചിയുടെ വയറ് സാധാരണ ഒരു അമ്മയ്ക്ക് ഉണ്ടാകുന്നത് പോലത്തെ ഉള്ള ഒരു വയറായിട്ട് മാറി. ഒരാഴ്ച അവിടെ നിൽക്കുമ്പോൾ ഞാൻ വീണ്ടും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഒരു സാധാരണ ഒരു 55-60 വെയിറ്റ് ഉള്ള ഒരു ഉമ്മ. അന്നേരം ഉമ്മച്ചിയുടെ വയറ് സാധാ വയറ്, നല്ല ഐശ്വര്യത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഇപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് ഉമ്മച്ചി. അപ്പൊ നമ്മൾ ഒരു ചെറിയൊരു കാര്യമല്ല നമ്മൾ ചെയ്യുന്നതെന്നുള്ളത് ഇപ്പോൾ ഈ സൂമിലുള്ള ഇത്രയും മെമ്പേഴ്സിങ്ങിൽ ഓർക്കുക. ഇതുപോലെ ഒരു മുറിക്കുള്ളില് കിടന്നിട്ടുള്ള കാഴ്ചകൾ ജീവിതത്തിൽ കാണാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓടി നടക്കുന്നതുകൊണ്ട് നമുക്ക് അതിന്റെ ഇത് മനസ്സിലാവാഞ്ഞിട്ടുണ്ട്. ഞാനും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മുറിക്കുള്ളിലുള്ള കാഴ്ചകൾ കിടന്ന് കാണേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. എന്റെ നട്ടെല്ലിന് ഒരു പ്രോബ്ലം വന്നിട്ട് നടക്കാൻ പറ്റാതെയായിട്ട് ഒരുപാട് നാളുകൾ ഞാനും മുറിക്കുള്ളിലുള്ള കാഴ്ചകൾ കണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ ഒരുപാട് സന്തോഷങ്ങൾ അനുഭവിക്കാനും നമ്മളെ കൊണ്ട്, അതായത് ബയോടെറിയം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇതുപോലത്തെ ഒരു ചാരിറ്റി പോലെ ഒരു പുണ്യ പ്രവർത്തനം ഏറ്റെടുത്ത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. പ്രൊഡക്റ്റ് മാത്രമല്ല ഈ ദൈവാനുഗ്രഹം ഉള്ളത്. ഈ പ്രൊഡക്റ്റ് മറ്റുള്ളവരിലോട്ട് എത്തിക്കാൻ ഈശ്വരൻ തെരഞ്ഞെടുത്തിട്ടുള്ള വളരെ വിശേഷമായിട്ടുള്ള ഓരോ ജന്മങ്ങളാണ് ഇന്ന് ബയോടെറിയം ചെയ്യുന്ന ഓരോ മെമ്പേഴ്സിനും കൂടി നിങ്ങൾ എല്ലാവരും ഈ സമയം ഓർക്കുക. കാരണം വേദനിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ ഈ പ്രൊഡക്റ്റ് കൊടുത്തു എന്നാണ് ഇന്നത്തെ റിസൾട്ടിൽ എല്ലാവരും പറഞ്ഞത്. അപ്പൊ ആ ഒരു വ്യക്തി അയാളുടെ അസുഖം മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മരണം വരെ നമ്മൾ ഈ പ്രൊഡക്റ്റ് കൊടുത്ത ഓരോ വ്യക്തിയും ഓർക്കും. നമുക്ക് ഈ കേരളത്തിൽ ഈ പ്രൊഡക്റ്റ് നമ്മളുടെ കൈകളിലോട്ട് എത്തിച്ചത് മനോജ് സാറാണ്. അപ്പൊ അദ്ദേഹത്തിന് എന്തുമാത്രം ആളുകളുടെ പ്രാർത്ഥന കിട്ടും. അതുപോലെ നമ്മൾ ഓരോ വ്യക്തികൾക്കും കൊടുക്കുമ്പോൾ നമ്മളിൽ നിന്നാണ് ഈ ഒരു പ്രൊഡക്റ്റ് മറ്റുള്ളവരിലോട്ട് എത്തുന്നത്. അതൊരു പുണ്യ പ്രവർത്തനമാണ്. അത് ചെയ്യാനായിട്ട് എല്ലാവരും തന്നെ മുന്നോട്ട് വരിക. നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും നന്മ ചെയ്യുക. അത് ബയോടെറിയം ചെയ്യുന്ന എല്ലാ മെമ്പേഴ്സിനും ഉണ്ടെന്നറിയാം. അതുകൊണ്ട് വളരെ സവിശേഷമുള്ളതായിട്ടുള്ള ഓരോ ജന്മങ്ങളാണ് നമ്മളുടെ ബയോടെറിയം ചെയ്യുന്ന ഓരോ മെമ്പേഴ്സിനുള്ളത്. അതുകൊണ്ട് നേരത്തെ സുബൈദ മേഡം സംസാരിച്ചു, അവര് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി അദ്ദേഹം അത് എടുത്തില്ല, ആ വ്യക്തി മരണപ്പെട്ടു. ഇതുപോലെ നമുക്ക് സമൂഹത്തിൽ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് കാണാം. അതുകൊണ്ട് നമ്മൾ തളർന്നു പോവല്ല വേണ്ടത്. നമ്മൾ പൂർവാധികം ശക്തിയോടുകൂടി നമുക്ക് വേണ്ട സപ്പോർട്ട് തരാനായിട്ട് ഇവിടെ നല്ലൊരു ടീം ലീഡേഴ്സ് ഉണ്ട്. നമ്മൾ ഡൗൺ ആയി പോകുമ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നമ്മൾ ലീഡേഴ്സ് ആയിട്ട് സംസാരിക്കുക. നിങ്ങളുടെ തൊട്ട് അപ്ലൈൻ ആരാണോ, അല്ലെങ്കിൽ അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന നിങ്ങളുടെ ടീം മെമ്പേഴ്സ് ആരാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരായിട്ട് സംസാരിച്ച് ആ മരണം മുന്നിൽ കണ്ടെന്ന ആ വേദനയിലും ഏറ്റവും കുറഞ്ഞ സമയമുണ്ട് 10 പ്രൊഡക്റ്റിങ്ങിലും ഓരോരുത്തരിലോട്ട് എത്തിക്കാനുള്ള കാര്യം വെച്ചിട്ടുണ്ടാവും. ഒരിക്കലും ഡൗൺ ആയി പോവരുത്. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും. ബയോടെറിയം ചെയ്യുന്ന ആളുകൾ പരീക്ഷണങ്ങളല്ല നമ്മൾ ഫേസ് ചെയ്യേണ്ടത്. പ്രൊഡക്റ്റ് മറ്റുള്ളവരിലോട്ട് എത്തിച്ച് നമ്മൾ ഈ ജൈത്രയാത്ര മുന്നോട്ട് പോവുക. അടുത്ത റിസൾട്ട് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം.
എന്തായാലും ഇന്നത്തെ പ്രൊഡക്റ്റ് റിസൾട്ട് എല്ലാരും പറഞ്ഞു കഴിഞ്ഞതായിട്ട് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ പ്രോഗ്രാം ഇന്ന് ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. അടുത്ത ടെസ്റ്റിമോണി വരുമ്പോ നിങ്ങൾ ഇവിടെയുള്ള ഇപ്പൊ ഉള്ള മെമ്പേഴ്സ് നിങ്ങൾ പ്രൊഡക്റ്റ് കൊടുത്തിട്ടുള്ള എല്ലാവരോടും പറഞ്ഞിട്ട് അവരവർക്ക് ഉണ്ടായിട്ടുള്ള റിസൾട്ടുകളായിട്ട് വീഡിയോ ഓണാക്കി സംസാരിക്കാൻ പറയണം. കൂടുതൽ ആളുകളിലോട്ട് എത്തിക്കാൻ പറയണം. ഓക്കെ, താങ്ക് യു. ഭഗത് സാറിന്റെ അമ്മയാണെന്ന് തോന്നുന്നു. നമസ്കാരം അമ്മ. അമ്മയ്ക്ക് സുഖമാണോ? അത് അമ്മയല്ല അമ്മായിയാണ്. അമ്മായി കുറെ നേരം എന്നെ നോക്കിയിരിക്കുന്നു. അവര് നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. വാട്ടർ എനർജി റിസ്റ്റ് ബാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അമ്മായിക്ക് പറയാൻ ഒരു അവസരം കൊടുത്തില്ലല്ലോ സാർ, അതെന്താ? അമ്മായി റിസൾട്ട് പറയാനൊന്നും സാധിക്കില്ല. അമ്മായി ഒന്ന് സംസാരിക്കും. അമ്മായിയുടെ പേരെന്താ? അമ്മായിയുടെ പേരെന്താന്ന്? എന്റെ പേര് ജാനകി. ജാനകി അമ്മായി, സുഖമാണ് അമ്മായിക്ക്? ആ, സുഖാണ്. മഴയുണ്ടോ അവിടെ? മഴയുണ്ടോ? മഴയൊന്നുമില്ല. അമ്മായി എന്താ ഒന്നും മിണ്ടാതെ അവിടെ നോക്കി ചിരിക്കണത്? അമ്മായിക്ക് എന്താ റിസൾട്ട് കിട്ടി പറഞ്ഞേ, എല്ലാരും കേൾക്കട്ടെ. ഞാൻ എന്താ പറയണത് കേട്ടിരിക്കുവാണേ. ഞാനാ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. നന്നായി വെള്ളം കുടിക്കുന്നുണ്ട്. ആ കൈമിൽ കെട്ടുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നുണ്ട്. കൈ കാണിച്ചേ, കയറ്റിട്ടുണ്ടെന്ന് ഞാൻ നോക്കട്ടെ. ഇപ്പൊ കൈ കഴുകും വായിച്ചു വെച്ചെന്നു. അത് സാരില്ല. ഓക്കെ. വെള്ളം നനയാൻ പാടില്ലല്ലോ. അതെ അതെ. മാക്ടസ് ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല, അതൊന്നും വാങ്ങില്ല കേട്ടോ. വെള്ളം ധാരാളം കുടിക്കണോട്ടാ. ഇത് ആ വെള്ളം പകുത്തു തരുകൊണ്ട് അതിങ്ങനെ കുടിക്കുന്നുണ്ട്. കൈ കൊണ്ട് കെട്ടുന്നുണ്ട്. വെള്ളം നനയുന്ന സമയത്ത് ഊരി വയ്ക്കും. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. അമ്മായി എനിക്ക് തോന്നണു ഇടക്കിടക്ക് വന്ന് ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇനി അടുത്ത പ്രോഗ്രാം വരുമ്പോഴും വന്ന് സംസാരിക്കണം. നമ്മള് പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ആളുകള് മടി കൂടാതെ മുന്നോട്ട് വന്ന് സംസാരിക്കണം. അതിന് എനിക്ക് കുറച്ച് പ്രായമായി, എനിക്ക് പറയാൻ അറിയില്ല, മറ്റുള്ളവര് എന്ത് തോന്നും, അങ്ങനെയുള്ള ചിന്ത ഒന്നും വേണ്ട. അമ്മമാര് മുന്നോട്ട് വരണം. അത് മറ്റുള്ള ഇതുപോലെ ഓരോ കുടുംബങ്ങളിലും ഓരോ അമ്മമാരുണ്ടാവും. അവർക്ക് മുന്നോട്ട് വന്ന് സംസാരിക്കാനുള്ള ഒരു വേദിയും കൂടിയാണിത്. അപ്പൊ ഭഗത് സാറിന്റെ അമ്മായി മുന്നോട്ട് വന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതുപോലെ പറയാനായിട്ട് ഒരുപാട് അമ്മമാരുണ്ടാവും. അവർക്ക് അവരുടെയൊക്കെ അസുഖങ്ങൾ മാറാനായിട്ട് നമ്മളൊരു കാരണമാവുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ അമ്മായി? അതാണ് എല്ലാ സാധനം കൂടി വാങ്ങാനുള്ള ഒന്നും ആയിട്ടില്ല. അത് സാരില്ല. എന്തായാലും ഇപ്പം ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഉണ്ടല്ലോ. അതുണ്ട്. വെള്ളം കുടിക്കുന്നുണ്ട്, കൈ പിടികെട്ടുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്. അങ്ങനെ സന്തോഷത്തോടുകൂടി ഇരിക്കും. നമ്മളെല്ലാവരും അങ്ങനെ കാണാൻ ആഗ്രഹിക്കണം. ഇപ്പൊ നമ്മളെപ്പോലുള്ള എല്ലാവർക്കും ആഗ്രഹിക്കുന്നത് ഒരുപാട് അമ്മമാരും പ്രായമായ അച്ഛന്മാരെല്ലാവരും ഉണ്ട്. അവര് വാർദ്ധക്യത്തിലോട്ട് പോവാതെ അവരവർക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്ത് ആക്റ്റീവായിട്ട് നടക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നും അങ്ങനെ തന്നെ ആവണം. എല്ലാരും കാണാൻ എന്നും ഇഷ്ടപ്പെടുന്നത് അങ്ങനെ. അപ്പൊ സന്തോഷത്തോടുകൂടി ഇരിക്കേ കേട്ടോ. ശരി. എന്റെ പേര് അറിയോ? ഇല്ല, അത് ഭക്തോട് ചോദിക്കണം ചിരിക്കുക. എന്താ പേര്? എന്റെ പേര് തങ്കമണിന്നാ. അപ്പൊ അടുത്ത ഏതോ ഒന്നുമില്ല. കുട്ടികൾ എത്ര പേരുണ്ട്? രണ്ടുപേര് പഠിക്കണോ? അമ്മായി നമ്മളൊരു കുടുംബമാണ്. മനോജ് സാറിന്റെ രാവിലത്തെ സെഷനിൽ സാറ് എപ്പോഴും പറയാറുണ്ട് നമ്മളെല്ലാരും ഒരു കുടുംബമാണെന്ന് സാറ് എപ്പോഴും പറയണ. അപ്പൊ നമ്മളൊരു കുടുംബമാണ്. നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാനും കാണാനൊക്കെ ഉള്ള അവസരങ്ങളുണ്ട്. ഇപ്പൊ ഇവിടെ രമേശ സാറിന്റെ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. അതിലൊക്കെ വരുമ്പോ നമുക്ക് എല്ലാവരും നേരിട്ട് കാണാം കേട്ടോ. എന്തായാലും എല്ലാരും സന്തോഷത്തോടു കൂടി ഇരിക്കുക. എല്ലാവർക്കും ശുഭരാത്രി. നമുക്ക് വീണ്ടും
അടുത്തൊരു പ്രോഗ്രാം ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് ആ യു.